നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അപകട സാധ്യത മുൻനിർത്തി കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ ജലസേചനത്തിനായാണ് വെള്ളം തുറന്നുവിടുന്നത്. തേനി ജില്ലയിലെ കമ്പം താഴ്വരയിലുള്ള 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം ഘട്ട നെൽകൃഷിക്കായാണ് ഇത്. സെക്കൻഡിൽ 200 ഖനയടി വീതം 120 ദിവസത്തേക്കാണ് തുറന്നുവിടുന്നത്. ഇതോടൊപ്പം മധുര കോർപ്പറേഷൻ പ്രദേശത്തെ കുടിവെള്ളത്തിനായി സെക്കൻഡിൽ 150 ഖനയടി വെള്ളവും തുറന്നുവിടാനാണ് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. തേക്കടിയിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഷട്ടർ ഉയർത്തുക. സാധാരണഗതിയിൽ ജൂൺ മാസം 1-ാം തീയതിയാണ് കാർഷിക ആവശ്യത്തിന് വെള്ളമെടുക്കാൻ ഷട്ടർ ഉയർത്തുക. മഴക്കുറവ് മൂലമാണ് ഇത്തവണ ഷട്ടർ തുറക്കുന്നത് താമസിച്ചത്. കേരളത്തിലെ നിർദ്ദിഷ്ട 3-4 റെയിൽപാതകൾക്കുള്ള വിശദ പദ്ധതി രേഖ അടുത്ത വർഷം മാർച്ചോടെ പൂർത്തിയാകും. സ്ഥലം വിട്ടുകിട്ടിയാൽ 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് ദക്ഷിണ റെയിൽവേയുടെ കണക്കുകൂട്ടൽ. 3-ാം പാത നിർമ്മാണം പൂർത്തിയായ ശേഷമായിരിക്കും 4-ാം പാതയുടെ നിർമ്മാണം തുടങ്ങുക. DPR തയ്യാറാക്കാനുള്ള കരാർ 6 മാസം മുമ്പ് തന്നെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള RV അസോസിയേറ്റ് എന്ന സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മദ്യപിച്ച് വാഹനമോടിച്ച കേസിൽ യൂട്യൂബർ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ SR ധന്യ ഡ്രൈവിംഗ് ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കി. 3 മാസത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. മദ്യപിച്ച് അപകടമുണ്ടാക്കുന്ന വിധം വാഹനമോടിച്ചതിനാണ് നടപടി. മോട്ടോർ വാഹന വകുപ്പിന്റെ 3 ദിവസത്തെ പരിശീലന ക്ലാസ്സിലും ധന്യ പങ്കെടുക്കണം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ മഹാരാഷ്ട്ര, രാജസ്ഥാൻ മുതൽ കേരളം വരെ നീളുന്ന വമ്പൻ ശൃംഖലയെന്ന് CBI കുറ്റപത്രം. ചോദ്യപേപ്പർ ചോർത്തിയത് സാമ്പത്തിക നേട്ടവും പ്രതികളിൽ ചിലരുടെ എൻട്രൻസ് കോച്ചിംഗ് ക്ലാസുകളുടെ വിജയനിരക്ക് വർദ്ധിപ്പിക്കാനും. മഹാരാഷ്ട്രയിൽ നിന്നും ചോർന്ന ചോദ്യപേപ്പർ കേരളത്തിലെത്തിയത് പത്തനംതിട്ട അടൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ. CBI ഡൽഹി റോസ് അവന്യൂവിലെ പ്രത്യേക കോടതിയിൽ CBI സമർപ്പിച്ച 94 പേജുള്ള കുറ്റപത്രത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിഷയ വിദഗ്ധരുൾപ്പെടെ 13 പ്രതികൾ. മഹാരാഷ്ട്ര സ്വദേശികളായ ബയോളജി വിദഗ്ധൻ മനീഷ് ഗുരുനാഥ് മൺധാര, കെമിസ്ട്രി വിദഗ്ധൻ പ്രഹ്ലാദ് വിഠൽ റാവു കുൽക്കർണി, ഫിസിക്സ് വിദഗ്ധ മനീഷ സഞ്ജയ് ഹവൽദാർ എന്നിവരാണ് കുറ്റപത്രത്തിലെ NTA വിദഗ്ധർ. സംസ്ഥാനത്ത് H1N1 ഉൾപ്പെടെ ഇൻഫ്ലുവൻസ ബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുമ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സ തേടുന്നവർക്ക് ഇൻഷുറൻസ് തുക അനുവദിക്കുന്നില്ലെന്ന് പരാതി. പനി വന്നാൽ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആവശ്യമില്ലെന്ന കാരണം പറഞ്ഞാണ് ഇൻഷുറൻസ് കമ്പനികൾ രോഗികൾക്ക് തുക നിഷേധിക്കുന്നത്. മെഡിക്കൽ ഇതര ബില്ലുകൾ കൂട്ടിച്ചേർത്ത് ആശുപത്രികൾ അധിക തുക ഈടാക്കുന്നതാണ് വെട്ടിച്ചുരക്കലിന് കാരണമെന്നാണ് ഇൻഷുറൻസ് കമ്പനികളുടെ വാദം. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളിൽ 85,000-ഓളം പേർ അനധികൃതമായി സൗജന്യ റേഷൻ വാങ്ങിയതായി കേന്ദ്ര ഭക്ഷ്യവകുപ്പിന്റെ കണ്ടെത്തൽ. റേഷൻ കാർഡ് വിവരങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ചതോടെയാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞത്. ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിച്ചിരിപ്പിക്കുന്നതിനാൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നോക്കി സത്യാവസ്ഥ ബോധ്യമായി. സൗജന്യമായി വാങ്ങിയ ധാന്യത്തിന്റെ വിപണി വില പിഴയായി ഈടാക്കാനാണ് നിർദ്ദേശം. ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചു തുടങ്ങി. 15,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ പിഴയായി ഈടാക്കേണ്ടി വരും. ഈ തുകയിൽ കുറവ് വരുത്തി രക്ഷിക്കാനാണ് സംസ്ഥാനത്തിന്റെ ശ്രമം. റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് അർഹമായ പരിഗണന ലഭിച്ചു മുന്നോട്ടു പോകുന്നതിനിടയിൽ ഡിജിറ്റൽ ടിക്കറ്റ് ബുക്കിംഗിൽ കേരളത്തിന്റെ മുന്നേറ്റം. റെയിൽ വൺ ആപ്പിലൂടെയുള്ള ടിക്കറ്റ് വിൽപ്പനയിൽ ദക്ഷിണേന്ത്യയിൽ 1-ാം സ്ഥാനത്താണ് കേരളം. ദക്ഷിണ റെയിൽവേ പുറത്തുവിട്ട ജൂലൈ മാസത്തെ കണക്കുകളാണ് കേരളത്തിന്റെ ഡിജിറ്റൽ ടിക്കറ്റ് ഉപയോഗത്തിലെ മുന്നേറ്റം വ്യക്തമാക്കുന്നത്. ജൂലൈയിൽ തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകൾ ചേർന്ന് റെയിൽ വൺ ആപ്പ് വഴി 9.76 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത്. ഒരു മാസത്തിനിടെ 6.67 ലക്ഷം ടിക്കറ്റുകൾ റെയിൽ വൺ ആപ്പ് വഴി വിറ്റ് തിരുവനന്തപുരം ഡിവിഷൻ ദക്ഷിണ റെയിൽവേയിൽ 1-ാം സ്ഥാനത്തെത്തി. ഏരൂർ എണ്ണപ്പനത്തോട്ടത്തിൽ ഉഗ്രശബ്ദം കേട്ട സംഭവത്തിൽ ഖനന ഭൂവിജ്ഞാന വകുപ്പ് പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഏരൂർ എണ്ണപ്പനത്തോട്ടത്തിലെ തൃക്കൊയ്ക്കൽ ടവർക്കുന്ന് പ്രദേശത്താണ് തുടർച്ചയായി 3 തവണ ഉഗ്രശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നത്. പരിഭ്രാന്തരായ പ്രദേശവാസികളും തൊഴിലാളികളും വിവരമറിയിച്ചതിനെ തുടർന്ന് ഏരൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും റവന്യൂ വിഭാഗവും
പോലീസും സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മൈനിംഗ് ആൻഡ് ജിയോളജിക്കൽ വകുപ്പ് സ്ഥല പരിശോധന നടത്തിയത്. ഏരൂർ തോട്ടത്തിലെ M3 ഡിവിഷനിൽ ടവർക്കുന്ന് പ്രദേശത്ത് ഉഗ്രശബ്ദം കേട്ടത്. ഈ കുന്നിന്റെ മറുഭാഗത്ത് 1976-ൽ കുന്നിൻ ചെരുവിൽ ഉരുൾപൊട്ടലുണ്ടായ സംഭവം നാട്ടുകാരുടെ ഓർമ്മയിലുണ്ട്. ഇതാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയത്. ഇതുവഴി കടന്നുപോകുന്ന ഇടമൺ പോത്തൻകോട് 220 kV പവർ ലൈനിൽ വൈദ്യഗിരി എസ്റ്റേറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ടവറിൽ ശബ്ദം കേട്ട അതേ സമയത്ത് ട്രിപ്പായതായി ഇടമൺ സബ് സ്റ്റേഷനിൽ നിന്ന് അധികൃതർക്ക് വിവരം ലഭിച്ചു. പരിശോധനയിൽ ഈ ടവറിന്റെ കാലപ്പഴക്കം ചെന്ന ഇൻസുലേറ്റർ പൊട്ടിത്തെറിച്ചതാകാമെന്ന നിഗമനത്തിലാണ്. ഉരുൾപൊട്ടൽ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നും കൊല്ലം അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് വരുൺ വിഷ്ണുപ്രസാദ് എന്നിവർ അഭിപ്രായപ്പെട്ടു. ഓണം സീസണിൽ റെയിൽവേ 112 തീവണ്ടികൾ ഓടിക്കും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് സർവീസ്. ദക്ഷിണ റെയിൽവേക്കുള്ളിൽ 38 സർവീസ് നടത്തും. ദക്ഷിണ റെയിൽവേയിൽ നിന്ന് മറ്റ് സോണുകളിലേക്ക് 16 സർവീസും നടത്തും. കഴിഞ്ഞ വർഷം ആകെ 55 ഓണ സർവീസുകളാണ് നടത്തിയിരുന്നത്. രാജ്യത്തിന്റെ അതീവ തന്ത്രപ്രധാനപരമായ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയെന്ന കുറ്റത്തിന് ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു വിംഗ് കമാൻഡറെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. പാക് ചാരസംഘടനകൾ ഒരുക്കിയ ഹണി ട്രാപ്പിൽ ഇദ്ദേഹം കുടുങ്ങിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിംഗ് കമാൻഡറുടെ അറസ്റ്റ് കഴിഞ്ഞ മെയ് 31 നടന്നതാണെങ്കിലും വിവരങ്ങൾ ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത്. അതീവ ഗൗരവകരമായ കുറ്റകൃത്യമായതിനാൽ വിവരങ്ങൾ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. കൈമാറപ്പെട്ട വിവരങ്ങൾ രാജ്യസുരക്ഷയെ എത്രത്തോളം ബാധിക്കുമെന്ന കാര്യത്തിൽ വ്യോമസേനയും പ്രതിരോധ മന്ത്രാലയവും നിലവിൽ വിശദമായ പരിശോധനകൾ നടത്തിവരികയാണ്. അഖിലേഷ് യാദവ് സർക്കാരിന്റെ കാലത്ത് അവതരിപ്പിച്ചതെങ്കിലും നിയമമായി പ്രാബല്യത്തിൽ വന്നിട്ടില്ലാത്ത വിവാദ മദ്രസ ശമ്പള ബിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമസഭയിൽ നിന്ന് ഔദ്യോഗികമായി പിൻവലിച്ചു. ഭരണഘടനാ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വ്യവസ്ഥകൾ ഉൾപ്പെട്ടിരുന്ന ബിൽ ഒരു ദശാബ്ദത്തോളം അനിശ്ചിതത്വത്തിൽ തുടരുകയായിരുന്നു. 2016-ൽ സമാജ്വാദി പാർട്ടി സർക്കാർ അവതരിപ്പിച്ച മദ്രസ ശമ്പള ബിൽ മദ്രസ ജീവനക്കാർക്ക് സമയബന്ധിതമായ ശമ്പളം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ ശമ്പള വിതരണത്തിൽ വീഴ്ച വന്നാൽ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നേരിട്ട് ക്രിമിനൽ നടപടി സ്വീകരിക്കാമെന്ന വ്യവസ്ഥയാണ് ബില്ലിനെ വിവാദത്തിലാക്കിയത്. ഭരണഘടനാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഒരു ബിൽ അനിശ്ചിതമായി നിലനിർത്തുന്നതിന് അർത്ഥമില്ലെന്ന നിലപാടാണ് യോഗി സർക്കാർ സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം 10 വർഷമായി കാത്തുകിടന്നിരുന്ന ബിൽ നിയമസഭയിൽ നിന്ന് ഔദ്യോഗികമായി പിൻവലിച്ചത്. രാമക്ഷേത്ര ട്രസ്റ്റിൽ സാമ്പത്തിക തട്ടിപ്പില്ല, എല്ലാ കണക്കുകളും കൃത്യം, മോഷണം നടന്നത് പണം എണ്ണുന്നതിനിടെയെന്ന് സർക്കാർ വൃത്തങ്ങൾ. 2026 ജൂണിലെ സംഭവത്തിനു ശേഷവും സംഭാവനകളിൽ കുറവുണ്ടായിട്ടില്ലെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. 26-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ പ്രതിമാസ ഹുണ്ടി കളക്ഷൻ ശരാശരി 5 കോടി രൂപയായി തന്നെ തുടരുന്നു. ട്രസ്റ്റിന്റെ പ്രധാന ചിലവുകൾ പൂർണ്ണമായും കടുത്ത സാമ്പത്തിക ബാങ്കിംഗ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിലൊന്നും പണമായി ഇടപാടുകൾ നടന്നിട്ടില്ലെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി. മെഷീൻ വഴി എണ്ണുന്നതിന് മുൻപ് കൈകൊണ്ട് പണം വേർതിരിക്കുന്നതിനിടെ നടന്ന ഒറ്റപ്പെട്ട മോഷണ സംഭവവുമായി മാത്രമാണ് പ്രചരിക്കുന്ന വാർത്തകൾക്ക് ബന്ധമുള്ളത്. SBI കരാർ നൽകിയ സൈനിക് സെക്യൂരിറ്റി സർവീസസ് ഏജൻസി ജോലിക്ക് വെച്ച 6 പുറത്തുനിന്നുള്ള ജീവനക്കാരെ CCTV ദൃശ്യങ്ങൾ വഴി തിരിച്ചറിയുകയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതികൾക്ക് ആർക്കും തന്നെ ക്ഷേത്രഭരണ സമിതിയുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നും വ്യക്തമാക്കി. ഇന്ത്യയിലേക്ക് ആൾമാറാട്ടം നടത്തി കടന്നുകയറാനുള്ള പാകിസ്ഥാന്റെ നീക്കം കയ്യോടെ വീണ്ടും പൊക്കി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും ഇന്ത്യ അവസാനിപ്പിച്ചിരുന്നു. സാധാരണ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കാറുള്ള പഞ്ചാബിലെ അട്ടാരി അതിർത്തി അടച്ച ഇന്ത്യ മൂന്നാം കക്ഷി വഴിയുള്ള വ്യാപാരവും വിലക്കി. എന്നാൽ UAEയുടേതെന്ന വ്യാജേന ഇന്ത്യയിലേക്ക് ഉണക്കമുന്തിരി കടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമമാണ് റവന്യൂ ഇന്റലിജൻസ് തകർത്തത്. ഗുജറാത്തിലെ കാട്ട്ല തുറമുഖത്ത് 3 കോടിയിലേറെ രൂപ മതിക്കുന്ന 13 കണ്ടെയ്നർ ഉണക്കമുന്തിരികൾ DRDO പിടിച്ചെടുത്തു. UAE അല്ലെങ്കിൽ ശ്രീലങ്ക വഴി ഇന്ത്യയിലേക്ക് ഉൽപ്പന്നങ്ങൾ കടത്താൻ പാകിസ്ഥാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു രാജ്യത്തിന്റെ ലേബൽ ഒട്ടിച്ചാണ് തിരിമറി നീക്കം. എന്നാൽ ഇത് പിടികൂടാൻ ഇന്ത്യക്ക് കഴിയുന്നുമുണ്ട്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെള്ളിയാഴ്ച പറഞ്ഞു. പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച വ്യാഴാഴ്ച ഇരു നേതാക്കളും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ച പോസ്റ്റ് വീണ്ടും പങ്കുവെച്ചുകൊണ്ട് എക്സിലെ ഒരു പോസ്റ്റിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. UAE പേടിപ്പിക്കാൻ വേണ്ടി സൗദി മുന്നിട്ട് രൂപീകരിച്ച ഇസ്ലാമിക് നേറ്റോ ആണ് വെള്ളിയാഴ്ച പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് ഒപ്പുവെച്ചതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഒരു മാസം മുമ്പേ ഇങ്ങനെയൊരു നാറ്റോ മാതൃകയിൽ ഒരു ഇസ്ലാമിക് നാറ്റോ നിലവിൽ വന്നതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അന്ന് ഇറാൻ സൗദിയെ ആക്രമിച്ചപ്പോൾ
പാകിസ്ഥാനോ തുർക്കിയോ അതിനെതിരെ ചെറുവിരൽ അനക്കിയില്ല. ഇതോടെ ഈ ഇസ്ലാമിക നാറ്റോ അഥവാ സുന്നി നാറ്റോ പ്രായോഗികമല്ലെന്ന അഭിപ്രായം ഉയർന്നിരുന്നു. ഇപ്പോൾ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന അഭ്യൂഹം പരന്നതോടെ തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് സൗദിയെ കൂട്ടുപിടിച്ച് വെള്ളിയാഴ്ച തന്നെ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. സൗദിയുടെ പണമാണ് പാകിസ്ഥാന്റെയും തുർക്കിയുടെയും ലക്ഷ്യമെന്നും കരുതുന്നു. റഷ്യയും ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള അവരുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രധാന വാങ്ങുന്നവരെയും ശിക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ബിൽ US സെനറ്റ് അംഗീകരിച്ചു. അത്തരം വ്യാപാരം ഉക്രൈനിലെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നുവെന്ന് പറഞ്ഞു. ലിൻസെ ഒ ഗ്രഹാം 2026 റഷ്യയും ഇറാനെയും ഉപരോധിക്കുന്ന നിയമം എന്ന് പുനർനാമകരണം ചെയ്ത ഈ നടപടി 86-11 വോട്ടുകൾക്ക് പാസായി. റഷ്യൻ എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന ആദ്യ 5 രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 100% തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ബിൽ അനുവദിക്കുന്നു. ഓഗസ്റ്റ് 31 വീണ്ടും സമ്മേളിക്കുമ്പോൾ അംഗീകാരത്തിനായി ഇത് പ്രതിനിധി സഭയിലേക്ക് പോകും. ഇറാനിയൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ഗുരുതരാവസ്ഥയിലാണെന്നും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും അവകാശപ്പെടുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഇറാനിലെ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ചാനൽ 14 C14 റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇറാൻ വയർ ഔട്ട്ലെറ്റിനെയും പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാന്റെ ഭരണകൂടവുമായി അടുത്ത സ്രോതസ്സുകളെയും ഉദ്ധരിച്ച് ജെറൂസലേം പോസ്റ്റ് നടത്തിയ മുൻ റിപ്പോർട്ടിൽ ഖമേനി അങ്ങേയറ്റം ഗുരുതരാവസ്ഥയിലാണെന്ന് ഭരണകൂടത്തിന്റെ ഉയർന്ന തലങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ജെറൂസലേം പോസ്റ്റ് ഉദ്ധരിച്ച ഒരു സ്രോതസ് പറഞ്ഞത് ഇങ്ങനെ: അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ വാർത്ത ഉടൻ കേട്ടാൽ ഞങ്ങൾ അത്ഭുതപ്പെടില്ല എന്ന്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.